എല്ലാം ഒന്നും കൂടി ആലോചിച്ചിട്ട് മതിയെന്ന് എൻ്റെ മനസ്സ് പറയണേ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? നമ്മളിപ്പോൾ അപേക്ഷ കൊടുത്തല്ലേ ഉള്ളൂ. ഇനിയുണ്ട് ഒരുപാട് നൂലാമലകൾ. അതിനുശേഷമല്ലേ സ്വത്തൊക്കെ എഴുതി കൊടുക്കുന്നത്. അതല്ല, നീ പേപ്പറൊക്കെ റെഡി ആയിട്ട് കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ മനസ്സ് മാറും. നീ എല്ലാ സ്വത്തും അവനെ എഴുതി കൊടുക്കുക, അത് ഉറപ്പാ. എനിക്കെന്തോ ആദ്യം ഇന്നിപ്പോ അമ്മാവൻ പറഞ്ഞ സംഭവം മുഴുവൻ കേട്ടിട്ട്. അതെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും അമ്മാവാ? എടി വീണ്ടും വേറൊരു ഡോക്ടറെ കാണണം. ഒരു ഡോക്ടറാണ്ട് പറഞ്ഞു വെച്ചിട്ട് ഒഴിയാ. ഒരിക്കലും കുട്ടികളുണ്ടാവില്ല പറഞ്ഞ എത്ര പേർക്കാ കുട്ടികളുണ്ടായിരിക്കണ്? ഇനി ഒരിക്കലും ജീവിക്കില്ല പറഞ്ഞ എത്ര പേരാ ജീവിച്ചിരിക്കണ്? എത്രയോ സ്ഥലത്ത് ആൾക്കാർ ഇങ്ങനെ കുട്ടികളുടെ ദത്തെടുത്തിരിക്കുന്നു. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിപ്പോ 1-2 പേർക്ക് സംഭവിച്ചു എന്ന് കരുതി നമ്മളിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? ആ 1-2 പേര് നമ്മളാണെങ്കിലോ? പിന്നെ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇനിയും കുട്ടികളുണ്ടാവും തന്നെ എന്റെ മനസ്സ് പറയണ്. അതിപ്പോ പ്രായമൊന്നും ആയില്ലല്ലോ. നമുക്കൊരു ഡോക്ടറെ കൂടി പോയി കാണാം. എന്നിട്ട് ആ ഡോക്ടറും കൂടി എന്താ പറയണേന്ന് അറിഞ്ഞിട്ട് ചെയ്താ പോരേടാ. ഞാൻ പറയുകയാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് അപേക്ഷ പിൻവലിക്കും. ഇപ്പൊ ഇതിനെ തുനിയണ്ട. ഇപ്പൊ നിങ്ങളെല്ലാവരും അങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ അപേക്ഷ അവിടെ കിടക്കട്ടെ, പിൻവലിക്കേണ്ടായിരുന്നില്ലല്ലോ. വേണ്ട, അപേക്ഷ പിൻവലിക്കണം. നിന്റെ മനസ്സ് മാറി ആകെ പ്രശ്നമാണ്. എന്താ തോന്നുന്നു വെച്ചാൽ അത് അപ്പ ചെയ്യണം. ഏട്ടാ, എല്ലാരും പറയുന്നിട്ടിട്ട് എനിക്ക് പേടിയാവുന്ന ഏട്ടാ. ഇതൊക്കെ നിങ്ങൾ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ഇവന് വല്ല പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? നിന്നെ ഇങ്ങോട്ട് വിളിച്ചോ, നീ ഒന്ന് പോയേ. അപ്പൊ നമ്മൾ വന്നതാണ് കുഴപ്പം. ഇല്ലെങ്കിൽ പോത്തിനോട് വേദം പോയിട്ട് ഒരു കാര്യമില്ല. എന്താ കണ്ടോണ്ടിരിക്കുന്നത്? പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? നമ്മൾ പറയുമ്പോ അത് എന്തോ അവരെ നശിപ്പിക്കാൻ വേണ്ടി പറയും പോലെയാണ് അവരുടെ വിചാരം. എല്ലാവരുടെ അഭിപ്രായം അതാടാ. തങ്കത്തിനും കൂടി വലിയ താല്പര്യമില്ല. എല്ലാവരോടും പറഞ്ഞിട്ടല്ലേ ഞാൻ എൻ്റെ അടുത്തേക്ക് ഇറങ്ങിയത്. അതെ, ഇപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോഴാണല്ലോടാ പേടി. എന്താ ചായിക്കോളെ, ഞാനൊന്നും പറയാം. എന്തിയേ നീ വിഷമിക്കണ്ടേ? ഒക്കെ നല്ലതിനാവും. അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് മാമൻ ഇങ്ങോട്ട് വരാൻ തോന്നാനും ആ വയസ്സായ ആളെന്നെ അവിടുന്ന് കാണാനും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റിയത് നല്ലതിനാവും. നീ പോയി കിടന്നു. ഞാൻ ഇറങ്ങാ, ഞാൻ പോണൂട്ടോ. അമ്മാവൻ ഇറങ്ങാ? അതെ. ഒന്നുമില്ല. ഇതെന്താ? ഇത് ഇച്ചിരി പുട്ടും കടലക്കറി, അതൊന്നും കഴിക്കണില്ലല്ലോ. അത് നന്നായി കൊടുക്ക്. വാ, കഴിച്ചിട്ട് വാ. വേണ്ട, ഞാൻ പിന്നെ വാന്ന്. ഇല്ല, വേറെ ആവശ്യം. എവിടെ പോണു? പോട്ടെ, വീട്ടു പോട്ടെ. വീട്ടിലാ? 2 ദിവസം ഇവിടെ കാണുമെന്ന് പറഞ്ഞു വന്നിട്ട് ആന്ത് പോക്ക്? അത് ശരിയാവില്ലടാ. ഞാൻ പറഞ്ഞിട്ടല്ലേ അവരുടെ അപേക്ഷ പിൻവലിച്ചത്. അതിന്റെ ശേഷം 2 മോറൂർത്തിക്കൊണ്ടിരിക്കുക. ഭയങ്കര വിഷമത്തിലാ. ഞാൻ അത് മാറിയിട്ട് വരാം. നമ്മളെ അമ്മ ഇങ്ങനെ കയറ് പൊട്ടിക്കല്ലേ? നമ്മൾ അവരുടെ നല്ലതിന് വേണ്ടിയല്ലേ ഈ പറഞ്ഞത്. അതെ, പക്ഷെ അത് അവർക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഇപ്പം അമ്മ എന്തിനു വിഷമിക്കുന്നത്? ഈ വീട്ടിൽ ഹവീൽദാരും അവൻ്റെ വീട്ടിൽ ആരും വിഷമിക്കാൻ പാടില്ല. വിഷമം മാറ്റാനുള്ള സാധനം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നമുക്കതെടുത്ത് വിഷമമൊക്കെ ഒന്ന് മാറ്റാം. അളിയനെ ഞാൻ വിളിക്കാം. അവിടെ നിൽക്കാം. അമ്മാവ ഇങ്ങോട്ട് വന്നേ. ഒന്ന് അങ്ങോട്ട് ഉഷാറായിരുന്നു. അവന് അമ്മാവനും കൂടെ ഇങ്ങനെ തളർന്ന എങ്ങനെ ഈ സാഹചര്യത്തിൽ? അവനെ അളിയോ, അളിയാ, ഡേയ് ഇങ്ങോട്ട് വന്നേ. നമുക്ക് അവനെ വിഷമം മാറ്റാം. അങ്ങനെ അവനെ വിഷമിപ്പിച്ചിട്ട് നമ്മളങ്ങനെ ഇരുന്ന് എങ്ങനെ വിഷമം മാറ്റി കൊടുക്കാം നമുക്ക്? വാ അളിയാ, വാ കനക, ഡേയ്.